പണ്ട് മക്കയിൽ നിന്ന് നജിദിലേക്ക്, അതായത് ഇന്നത്തെ റിയാദ് മേഖലയിലേക്ക് സഞ്ചാരികൾ എത്തിയ വഴി. ആ വഴി റിയാദിന് മുന്നേ ഒരു കൂറ്റൻ കുന്നിന് മുന്നിൽ നിൽക്കും. തുവൈക്ക് മലനിരകൾ, റിയാദിന്റെ അടയാളം. എഡ്ജ് ഓഫ് ദി വേൾഡ് ഉൾപ്പെടെ സൗദിയുടെ ഐക്കോണിക് ലാൻഡ്മാർക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്നത് തുവൈക്കിന്റെ ഒരറ്റത്താണ്. ചിലയിടത്ത് 100 മുതൽ 150 മീറ്റർ വരെ ഉയരമുണ്ട് ഈ കുന്നിന്. അവ അന്ന് ഒട്ടകങ്ങൾ പതിയെ കയറി തീർക്കും. ഇതുപോലെ തുവൈക്ക് ഇന്ന് ലോകശ്രദ്ധ ആകർഷിക്കുന്നത് ഒറ്റ പേരിലൂടെയാണ്. ഖിദ്ദിയ, ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ കായിക സാംസ്കാരിക നഗരം. അമ്പരപ്പിക്കുന്നതും കൗതുകമുള്ളതുമായിരുന്നു സൗദി അറേബ്യയുടെ ഓരോ പദ്ധതി പ്രഖ്യാപനങ്ങളും. ചിലതെല്ലാം നടക്കുമോ എന്ന് പോലും പലരും ആശങ്കപ്പെട്ടു. എന്നാൽ അതിലൊന്ന് റിയാദിൽ തന്നെ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. റിയാദിൽ നിന്നും മക്ക റോഡിലുള്ള ഖിദ്ദിയ നഗരിയിലാണ് ഇപ്പോഴുള്ളത്. ഇവിടെ ഒരുങ്ങുന്നത് ലോകത്തിലെ വലിയ വിനോദ നഗരി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് പാർക്കുകളിൽ ഒന്നുകൂടിയാണ്. 2034 ലോകകപ്പിലേക്കുള്ള സ്റ്റേഡിയം ഒരുങ്ങുന്ന ഈ വേദിക്ക് താഴെയായി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റൈഡുകൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. റിയാദ് നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ മരുഭൂപ്രദേശത്ത് നിർമ്മിക്കുന്ന ഈ പാർക്കിന്റെ പല ഭാഗത്തായി പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ എന്തെല്ലാമാണ്? അതിനുള്ളിലേക്കാണ് സൗദി വാർത്താ മന്ത്രാലയത്തിന് കീഴിൽ ഈ യാത്ര. സൗദി വിഷൻ 2030 പ്രധാന ഭാഗമായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഖിദ്ദിയക്ക് പ്ലാനുകൾ വ്യത്യസ്തമാണ്. എണ്ണയെ ആശ്രയിക്കാത്ത വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനായി ടൂറിസം വികസിപ്പിക്കുക, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക, ജീവിത നിലവാരം ഉയർത്തുക. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഈ പദ്ധതി 3 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഖിദ്ദിയയിലെ കായിക പദ്ധതികൾ ലോകോത്തര നിലവാരമുള്ളവയാണ്. ഇക്കാണുന്നത് പോലെ തുവൈക്കിന്റെ ഒരറ്റത്ത് നിന്നും തൂങ്ങി നിൽക്കുന്നതാകും പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം. 2034 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി. ഈ സ്റ്റേഡിയം അൽ നസറിന്റെയും അൽ ഹിലാലിന്റെയും ഹോം ഗ്രൗണ്ടായും മാറും. ഫോർമുല 1 ഗ്രേഡ് 1 ട്രാക്കുള്ള സ്പീഡ് പാർക്ക് മോട്ടോർ സ്പോർട്ടിന്റെ കേന്ദ്രമാകും. ഗോൾഫ് കോഴ്സുകൾ, സ്പോർട്സ് അക്കാദമികൾ, മൾട്ടിപർപ്പസ് അരീനകൾ എന്നിവയും ഉണ്ട്. ഈ സൗകര്യങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അനുയോജ്യമാണ്. കായിക മേഖലയിൽ സൗദിയെ ഇത് ലോക നേതാവാക്കി മാറ്റും. مرسيدس للأداء، أندية الجولف، منتزه دراغون بول، منتزه أكواريبيا المائي، منتزه 6 فلاجز، والعديد من الأصول النوعية الأخرى.
نحن بالفعل أمام عاصمة عالمية جديدة للترفيه والرياضة والثقافة. ومن هذا المؤتمر يسعدني أن أعلن لكم أنه في 31 من ديسمبر الجاري مدينة القدية تفتتح أول أصولها منتزه سيكس فلاجز. افتتاح منتزه سيكس فلاجز سيشكل نقلة نوعية تحولية في مسيرة المدينة وإضافة نوعية مميزة لعالم الترفيه. വിനോദ മേഖലയാണ് കിദ്ദിയയുടെ ഹൃദയം. സിക്സ് ഫ്ലാഗ്സ് കിദ്ദിയ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ പാർക്കാണ്. കിദ്ദിയയിൽ ആദ്യം തുറക്കുന്ന മേഖല. ഇതിനകത്തെ കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കാം. കിദ്ദിയക്ക് അകത്ത് തന്നെയുള്ള അക്വാറേബ്യ വാട്ടർ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ വലിയ വാട്ടർ തീം പാർക്കാണ്. ഇതിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്നു. അണ്ടർ വാട്ടർ റൈഡുകളും സർഫ് പൂളും ഇതിൽ ഉൾപ്പെടും. ഡ്രാഗൺ ബോൾ തീം പാർക്ക് പോലെയുള്ളവയും വരുന്നു. ഈ പാർക്കുകൾ കുടുംബങ്ങൾക്കും സാഹസിക പ്രേമികൾക്കും അവിസ്മരണീയ അനുഭവം നൽകും. സാഹസിക പ്രവർത്തനങ്ങൾ കിദ്ദിയയെ വ്യത്യസ്തമാക്കുന്നു. തുവൈക്ക് മലനിരകളുടെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ജമ്പിംഗ്, റാഫ്റ്റിംഗ്, കയാക്കിംഗ്, ഫ്രീ സോളോ ക്ലൈംബിംഗ് തുടങ്ങിയവ ലഭ്യമാകും. ഔട്ട്ഡോർ അഡ്വഞ്ചർ സോണുകൾ, ഇക്കോ ടൂറിസം, നേച്ചർ എക്സ്പീരിയൻസുകൾ എന്നിവ പ്രകൃതി സൗന്ദര്യവുമായി ചേർന്ന് സാഹസികതയുടെ പുതിയ മാനങ്ങൾ തുറക്കും. സുരക്ഷിതവും ആവേശകരവുമായിരിക്കും ഓരോന്നും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കിദ്ദിയ വൻ വികസനം കൊണ്ടുവരും. ആയിരക്കണക്കിന് ആളുകൾക്ക് താമസിക്കാവുന്ന റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികൾ, മിക്സ്ഡ് യൂസ് ഏരിയകൾ, ഗോൾഫ് കമ്മ്യൂണിറ്റി, ഇക്കോ സോൺ എന്നിവയും ഇവിടെയുണ്ടാകും. ആധുനിക വീടുകൾക്കൊപ്പം വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ എന്നിവയെല്ലാം പ്രകൃതിയോട് ചേർന്ന് തന്നെയാകും രൂപകൽപ്പന ചെയ്യുക. പ്രതിവർഷം 17 മുതൽ 48 മില്യൺ വരെ സന്ദർശകരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 3 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ GDP-യിലേക്ക് ബില്യൺ കണക്കിന് റിയാൽ ചേർക്കുകയും ചെയ്യും. ഈ പദ്ധതിയും സൗദിയെ എണ്ണയെ ആശ്രയിക്കാതെ ആധുനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ്.